നമസ്കാരം ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ സൂവിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് വരികയാണ്. നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് പറ്റുന്നത് പുലിയെയാണ്. പുലിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു വിൻഡോയിൽ ഒരു ആർച്ച് ഷേപ്പിലുള്ള രണ്ട് വിൻഡോയിലും അതാ പുലി നല്ല നിവർന്ന് കിടക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. താഴെയും ഉണ്ട് പുലികൾ. അതാണ് നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് പറ്റുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ടൈഗറിൻ്റെ സെക്ഷനാണ്. ടൈഗർ കുറച്ച് ലോങ്ങിലാണ് ഉള്ളത്. എന്താണെങ്കിലും നമുക്ക് ടൈഗറിനെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ടൈഗറിനെ കാണാനായിട്ട് വലിയ തിരക്ക് തന്നെയുണ്ട്. ടൈഗറിനെ ഒരു സൈഡിലേക്ക് കൂടി മാത്രമാണ് കാണുന്നത്. അവിടെ ഭയങ്കരമായിട്ടുള്ള തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ടൈഗർ കുറച്ച് ലോങ്ങിൽ ഒരു പലകയിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കാണുന്നുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്തേക്ക് കൂടി ടൈഗറിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ള ആ ഒരു പലകയിൽ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ടോ? ആ ഒരു വെള്ളം ചാടുന്നതിൻ്റെ ഇതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാലായിട്ട് കാണാൻ പറ്റും. ടൈഗറുണ്ട്. ടൈഗറിനെയാണ് നമ്മൾ രണ്ടാമതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അടുത്തതായിട്ട് ലയണാണ്. സിംഹത്തിനെയാണ്. വീഡിയോയിൽ ശരിക്കും ക്ലിയറായിട്ട് കിട്ടുന്നില്ല. ആ ഒരു ഭാഗത്ത് വെയിലിൻ്റെ ഒരു ഷെയ്ഡ് കൂടുതലുള്ളത് കൊണ്ട് സിംഹത്തിനെ നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് കാണുന്നുണ്ടോ? അതാണ് സിംഹത്തിനെ നമുക്ക് കാണാൻ. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം. നാലാമത്തത് കുരങ്ങുകളാണ്. മങ്കീസിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സെക്ഷനാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഗൊറില്ലയാണ്. ഗൊറില്ല നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കേജുകളൊക്കെ ഒരുക്കിയത് നല്ല ഭംഗിയിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല ഭംഗിയിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് നല്ല പുൽമേടുകളും അതുപോലെ തന്നെ കളിക്കാനുമുള്ള ഊഞ്ഞാലും ഒക്കെ കാണാനായിട്ട് പറ്റും. ഇത് മറ്റൊരു ഗൊറില്ലയാണ്. രണ്ടുപേരും നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവർക്ക് കുളിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കാഴ്ചക്കാർക്ക് വളരെയധികം കണ്ണിന് കുളിരേകുന്ന കാഴ്ചയാണ്. പിന്നെ അതുപോലെ തന്നെ മങ്കീസിനെ പാർപ്പിക്കാനും വേണ്ടിയിട്ടുള്ള മറ്റൊരു സ്ഥലം കാണാം. ഇതിനകത്ത് മങ്കി ഇല്ല. എന്നിരുന്നാലും അവർക്ക് പാർപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഇത് കാണാനായിട്ട് പറ്റും. അടുത്തത് കാണ്ടാമൃഗമാണ്. നല്ല വലിപ്പമുള്ള നല്ല രണ്ട് കാണ്ടാമൃഗങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. രണ്ടുപേരുണ്ട്. രണ്ടുപേരെയും നമുക്ക് വിശദമായിട്ട് നല്ല വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാണ്ടാമൃഗം എന്താണെങ്കിലും അവർ നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുന്ന ഇതായിട്ടാണ് നമുക്ക് കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ചീറ്റയാണ്. ചീറ്റപ്പുലിയാണ്. ചീറ്റപ്പുലിയെ നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസിൽ കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ചീറ്റപ്പുലിയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത കേജിനകത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചീറ്റപ്പുലിയെ തന്നെ കാണാം. ചീറ്റപ്പുലി അതാക്കണം അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് കിടക്കുന്നതായിട്ട് കാണാം. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സീബ്രയാണ്. സീബ്ര ഇദ്ദേഹത്തെ ആകമാനം
വരെയുള്ള സീബ്രകളെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. സീബ്രകളും അവരുടെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് അവരങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ 3-ാം പാർട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.